പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് ആൻഡ് സെറ്റ് ഓപ്പറേഷൻ. എ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റ്. വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റിന്റെ ഒരു കളക്ഷനെയാണ് എന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ കാർഡ്സിന്റെ പാക്കറ്റ് ഓഫ് കാർഡ്. നമ്മൾ ഷീറ്റിന്റെ കാർഡ്, അതിലെ പാക്കറ്റ് ഓഫ് കാർഡ്, അതൊരു സെറ്റാണ്. ഓഡ് നമ്പർ ഫ്രം 1 to 30, 1 മുതൽ 13 വരെയുള്ള ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യ. മെമ്പേഴ്സ് ഓഫ് ക്രിക്കറ്റ് ടീം ഓഫ് കോളേജ് ക്രിക്കറ്റ് ടീമിലെ മെമ്പേഴ്സ്. സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ, ബി, സി, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അതിലുള്ള എലമെന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക സ്മോൾ ലെറ്റേഴ്സിലെ എ, ബി, സി എന്നുള്ളത് വെച്ചിട്ടാണ്. ഓക്കെ, സെറ്റ് രണ്ട് ഫോമിലുണ്ട്. ഒന്ന് റോസ്റ്റർ ഫോമും, രണ്ട് സെറ്റ് ബിൽഡർ ഫോമും. റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ കോമ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ എഴുതുന്നതിന് എന്ത് പറയാ, റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അറേഞ്ച് ദ ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ് ഇൻ ആർബിട്രറി മാനർ ബൈ ഇൻട്രൊഡ്യൂസിങ് കോമ ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ്. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ സ്റ്റേറ്റിംഗ് ദെയർ കോമൺ പ്രോപ്പർട്ടി. കോമൺ പ്രോപ്പർട്ടിയുടെ ബേസിൽ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാ, അതിനെ റെപ്രസെന്റ് ചെയ്ത് പറയുന്നതിന് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ബി എ എക്കണോമിക്സ് സെക്കൻഡ് ഇയർ ക്ലാസ്, ആ ക്ലാസ്സിൽ എല്ലാവരുടെ പേരും ഇങ്ങനെ ആബിദ്, മുന്നാസ് അങ്ങനെ നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ അതിനെ എന്ത് പറയും, റോസ്റ്റർ ഫോം എന്ന് പറയും. എന്നാൽ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് അതിന്റെ കോമൺ ക്യാരക്ടേഴ്സ് എന്താ, സെക്കൻഡ് ഇയർ ബി എ എക്കണോമിക്സ്. ഓക്കെ, ഇതിനെ എന്ത് പറയാ, സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയാം. ഇനി സബ്സെറ്റ്, എന്താ സബ്സെറ്റ് എന്ന് പറയും, എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി സബ്സെറ്റ് ഓഫ് ബി ഇഫ് എവറി എലമെന്റ് ഓഫ് എ ഈസ് ഇൻ എലമെന്റ് ഓഫ് ബി. ഒരു സബ്സെറ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് ആ സബ്സെറ്റിലുള്ള എല്ലാ എലമെന്റും അതിന്റെ ഒറിജിനൽ സെറ്റിൽ ഉണ്ടാവും. അതിനെ നമ്മൾ നോക്കാം. എ is equal to 1, 2, ബി is equal to 1, 2, 3, 4, 5 എന്ന്. അപ്പം എ എന്ന് പറയുന്നത് എന്താണ്, ബിന്റെ സബ്സെറ്റ് ആണ്. ബിന്റെ സബ്സെറ്റ് ഓഫ് ബി, ബിന്റെ സബ്സെറ്റ് ആണ് എ. എയിലുള്ള എല്ലാ എലമെന്റും എന്തിലുണ്ട്, ബിയിലുണ്ട്. ഇനി ഫിനിറ്റ് സെറ്റ് ഓർ ഇൻഫിനിറ്റ് സെറ്റ്. ഫിനിറ്റ് സെറ്റ് ഓർ ഇൻഫിനിറ്റ് സെറ്റ്. A set which contain a finite or fixed number of element is called finite set. ഒരു സെറ്റിൽ ഫിനിറ്റ് നമ്പർ ഉള്ളത്, ഒരു 10 നമ്പർ അല്ലെങ്കിൽ 10 ഫിനിറ്റ് നമ്പർ, അങ്ങനത്തെ സെറ്റിന് നമ്മൾ എന്ത് പറയും, ഫിനിറ്റ് സെറ്റ് എന്ന് പറയും. A set which contain an infinite number of element is called infinite set. ഇൻഫിനിറ്റ് നമ്പർ, അതിലെ എണ്ണത്ത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഇൻഫിനിറ്റ് നമ്പർ, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി നൾ സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. നൾ സെറ്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് ഹാസ് നോ എലമെന്റ്. ഒരു നൾ സെറ്റിൽ എലമെന്റ് ഇറ്റ് ഈസ് എംപ്റ്റി. ഇറ്റ് ഈസ് എ കാർഡിനൽ നമ്പർ ഈസ് 0. അതിനുള്ള നമ്പർ 0 ആയിരിക്കും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഈ രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഫി എന്നുള്ള രീതിയിൽ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിനെ എന്ത് പറയാ, ഫിനിറ്റ് സെറ്റ് ഓർ ഫിനിറ്റ് സെറ്റ് അല്ല, നൾ സെറ്റ് എന്ന് നമ്മൾ പറയാം. എന്നാൽ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എ സെറ്റ് ഡിനോട്ടഡ് ബൈ യു എന്നാണ് യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. എ സെറ്റ് വിച്ച് ഹാസ് ഓഫ് ആൾ എലമെന്റ് റിലേറ്റഡ് ടു സെറ്റ് വിതൗട്ട് എനി റിപ്പീറ്റേഷൻ ഓഫ് എലമെന്റ്. സേ ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്, എയും ബിയും 1, 2, 3, ബി is equal to 1, a, b, c, then the universal set associated with these two set given by u is equal to 1, 2, 3, a, b, c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ എലമെന്റുകളും അടങ്ങിയതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ഇയർ ബി എ എക്കണോമിക്സ് 50 കുട്ടികളിൽ 50 കുട്ടികളും അടങ്ങിയതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരു ആ കോളേജിലെ മുഴുവൻ കുട്ടികളെ എടുത്തുകൊണ്ടാണ് സെറ്റെങ്കിൽ ആ കോളേജിലെ മുഴുവൻ കുട്ടികളും ഉൾക്കൊള്ളുന്നതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെറ്റിന്റെ ഓപ്പറേഷൻ. ഒന്നാമത്തെ ഓപ്പറേഷൻ യൂണിയൻ ഓഫ് സെറ്റ്. The union of two set A and B is a set that contain all the elements that are in A, in B, in or in both. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ഓഫ് സെറ്റ്, എയും ബിയും തമ്മിലുള്ള യൂണിയൻ എന്ന് പറയുന്നത്
എയിലുള്ള എല്ലാ എലമെന്റും ഉൾക്കൊള്ളും, ബിയിലുള്ള എല്ലാ എലമെന്റും ഉൾക്കൊള്ളും, രണ്ടിലുള്ള കോമണും ഉൾക്കൊള്ളും. ഇറ്റ് ബ്രിങ്സ് ടുഗദർ ആൾ യുണീക്ക് എലമെന്റ് ഫ്രം ബോത്ത് സെറ്റ് വിത്തൗട്ട് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലുള്ള എല്ലാ എലമെന്റും ഉൾക്കൊള്ളും, പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എലമെന്റ് ഒരു വട്ടം മാത്രം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അതിലുള്ള എലമെന്റ് എഴുതില്ല. ഉദാഹരണത്തിന് നോക്കാം, 1 2 3 എ എന്ന് പറയുന്നത് 1 2 3, ബി എന്ന് പറയുന്നത് 3, 4, 5 ആണ്. എ യൂണിയൻ ബി, യൂണിയന് നമ്മളെ സിമ്പൽ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 1 2 3 4 5. ഇതിൽ 3 റിപ്പീറ്റ് ചെയ്ത് എയിലും ഉണ്ട് ബിയിലും ഉണ്ട്, പക്ഷെ ഒരു വട്ടമേ നമ്മൾ എഴുതുള്ളൂ. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ്, എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ എന്നുള്ള കോമ്പറ്റേറ്റീവ് ഇതാണ്, പ്രോപ്പർട്ടിയാണ്. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എ യൂണിയൻ ബി യൂണിയൻ സി. രണ്ട് എയും ബിയും സിയും മൂന്നും കൂടി ഒരുമിച്ച് ചേർന്ന് അത് തന്നെയാണ് എ യൂണിയൻ ബി യൂണിയൻ സി. ഐഡന്റിറ്റി സെറ്റ് എ യൂണിയൻ നൾ സെറ്റ് ഈക്വൽ ടു എ. ഒരു സെറ്റിലേക്ക് നൾ സെറ്റ് കൂടി ചേർന്നാൽ എ മാത്രമാണ്. ഡോമിനേഷൻ എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എല് ഉങ്ക. ഒരു ഉദാഹരണം, ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് കരുതാം. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്, ഇത് ഒറിജിനൽ സെറ്റും. എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? ഇതേ എലമെന്റ് ഉണ്ടാവുള്ളൂ, റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഉൾക്കൊള്ളിക്കില്ലല്ലോ, അതുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. ഇനി ഇന്റർസെക്ഷൻ ഓഫ് എ സെറ്റ്, ഇന്റർസെക്ഷന്റെ ഇതൊക്കെ എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ദ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ് എ ആൻഡ് ബി ഇൻക്ലൂഡ് ഓൺലി ദ എലമെന്റ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ ബോത്ത് സെറ്റ്. രണ്ട് സെറ്റുള്ള കോമൺ എലമെന്റിനെ എടുക്കുന്നതിന് നമ്മൾ എന്താ പറയാ? ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്. ഇറ്റ് ഐഡന്റിഫൈ ദ കോമൺ എലമെന്റ് ഷെയർഡ് ബൈ ബോത്ത് എ ആൻഡ് ബി. ഫോർ ഇൻസ്റ്റൻസ്, എ is equal to 2 4 6, ബി is equal to 4 6 8. സെറ്റ് എയും സെറ്റ് ബിയും തന്നിട്ടുണ്ട്. രണ്ടിലുള്ള കോമൺ എലമെന്റ് ഏതൊക്കെ? 4ഉം 6ഉം. സോ എ ഇന്റർസെക്ഷൻ ബി is equal to 4 6. ഇഫ് ദർ ആർ നോ കോമൺ എലമെന്റ് ദ ഇന്റർസെക്ഷൻ വിൽ ബി എംപ്റ്റി സെറ്റ്. രണ്ടിൽ കോമൺ എലമെന്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും? അത് നൾ സെറ്റ് ആയിരിക്കും ഉണ്ടാവുക, എംപ്റ്റി സെറ്റ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റർസെക്ഷൻ, എ ഇന്റർസെക്ഷൻ ബി is equal to ബി ഇന്റർസെക്ഷൻ എ. എയിലേക്ക് ബി ഇന്റർസെക്ട് ചെയ്യുന്നതും ബിയിലേക്ക് എ ഇന്റർസെക്ട് ചെയ്യുന്നതും ഒരേപോലെ ആയിരിക്കും. ഇനി അസോസിയേറ്റീവ് സെറ്റ്, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി is equal to എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അതുപോലെ തന്നെ ഐഡന്റിറ്റി സെറ്റ് എ ഇന്റർസെക്ഷൻ യു is equal to സെറ്റ് എ. യൂണിവേഴ്സൽ സെറ്റിലേക്ക് എ കൂടി ചേരുമ്പോൾ രണ്ടുള്ള കോമൺ എലമെന്റ് എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ സെറ്റിൽ എയിലുള്ള എല്ലാ എലമെന്റും ഉണ്ടാവും, എയിലുള്ള എലമെന്റ് മാത്രമായിരിക്കും രണ്ടിൽ കോമൺ ആയിട്ട് ഉണ്ടാവുക. സോ എ ആയിരിക്കും എന്ത്? ഇന്റർസെക്ഷൻ സെറ്റ് ആയിട്ടുണ്ടാവുക. ഡോമിനേഷൻ എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് തന്നെ ആയിരിക്കും. ഇനി ഡിഫറൻസ് ഓഫ് സെറ്റ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെറ്റ് എ ആൻഡ് ബി റിട്ടൺ ആസ് എ മൈനസ് ബി. സെറ്റ് എയും സെറ്റ് ബിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബി കുറക്കുക, എയിൽ നിന്ന് ബിയിലുള്ള എല്ലാ എലമെന്റും ഒഴിവാക്കുന്നതിന് എന്ത് പറയാം? ഡിഫറൻസ് ഓഫ് സെറ്റ് ഈസ് ദ സെറ്റ് ഓഫ് എലമെന്റ് ദാറ്റ് ആർ ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. എയിലുണ്ട്, ബിയിലുള്ളതൊക്കെ ഒഴിവാക്കുക. ഇറ്റ് ഈസ് എസെൻഷ്യലി റിമൂവ് എനി എലമെന്റ് ദാറ്റ് എ ആൻഡ് ബി ഷെയർ, ലീവിങ് ഓൺലി ദോസ് യുണീക് ടു എ. എന്ന് പറയാം 1 2 3, ബി is equal to 2 3 4. അപ്പം എയിൽ നിന്ന് ബി പോയാൽ എന്താ ഉണ്ടാവുക? ബിയിലുള്ള ഏതൊക്കെ എലമെന്റ് അതിലുള്ള 2 3 ഒഴിവായ എ മൈനസ് ബി is equal to 1. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഡിഫറൻസ്, എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. എ മൈനസ് നൾ സെറ്റ് എ ആയിരിക്കും, എയിൽ നിന്ന് എ കുറച്ചാൽ നൾ സെറ്റ് ആയിരിക്കും. ഇനി കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്. ഓക്കെ, ദ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എ, അതിനെ നമ്മൾ എ ഡാഷ് എന്ന് പറയും, എ കോംപ്ലിമെന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി റെഫേഴ്സ് ടു ആൾ എലമെന്റ് ദാറ്റ് ആർ നോട്ട് ഇൻ എ. അത് എയിൽ ഇല്ലാത്ത എലമെന്റുകൾ എന്ത് പറയാ? റെഫേഴ്സ് ടു ആൾ എലമെന്റ് ദാറ്റ് ആർ നോട്ട് ഇൻ എയിൽ ഇല്ലാത്തത്. ഓക്കെ, റിലേറ്റീവ് ടു യൂണിവേഴ്സൽ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റിനെ അപേക്ഷിച്ച് എയിൽ ഇല്ലാത്തതിന് എന്ത് പറയാ? എ കോംപ്ലിമെന്റ് എന്ന് നമ്മൾ പറയാം. യു വിച്ച് കണ്ടെയ്ൻ ആൾ പോസിബിൾ എലമെന്റ് അണ്ടർ കൺസിഡറേഷൻ ഓഫ് ഇൻസ്റ്റൻസ്.
അപ്പോൾ യുവിൽ ഇപ്പൊ നോക്കുക, യൂണിവേഴ്സൽ സെറ്റിൽ 1 2 3 4 5 ഏലുള്ളത് 2 3 ആണ്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും ഏല് ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റിനെ എന്ന് പറയാം എ കോംപ്ലിമെന്റ് എന്ന് പറയാം. ഏല് അതൊക്കെ 2 3 ആണുള്ളത്. എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഏലുള്ള എല്ലാ എലമെന്റും ഒഴിവാക്കിയ ബാക്കി അതൊക്കെ 1 4 5. ദിസ് ഇസ് എ കോംപ്ലിമെന്റ്. ഇനി ബി എന്ന് പറയുന്നത് 4ഉം 5ഉം ആണെന്ന് കരുതുക. 4 5 ആണ് ബിയിലുള്ളത്. അപ്പോ ബി കോംപ്ലിമെന്റ് എന്തായിരിക്കും? ബി കോംപ്ലിമെന്റ് 1 2 3. 4ഉം 5ഉം യൂണിവേഴ്സൽ സെറ്റിലുണ്ട്, പക്ഷെ ബിയിലുള്ളതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എഴുതുക. അതിനെ നമ്മൾ സിമ്പൽ എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ്. ഇതാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലുകൾ. ഓക്കെ. ഇനി ലോസ് ഓഫ് കോംപ്ലിമെന്റ്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യൂണിയൻ സെറ്റ്. എ യൂണിയൻ എ കോംപ്ലിമെന്റ്, എയിലുള്ള എലമെന്റും എ കോംപ്ലിമെന്റുള്ള എലമെന്റും കൂടി ചേർന്നാൽ യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സെറ്റ് എ ആയിരിക്കും. ഓക്കെ. ഇനി സിമെട്രിക് ഡിഫറൻസ്. Okay, the symmetric difference of two set A and B is the set of elements that are in either of the set but not in both. It excludes the element that A and B have in common. Common ഉള്ള എല്ലാ എലമെന്റും ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് എന്ത് പറയാ? സിമെട്രിക് സെറ്റ്. ഇവിടെ നോക്കാം, എയിലുള്ളത് 1 2 3, ബിയിലുള്ളത് 3 4 5. അപ്പോൾ സിമെട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി ഇസ് ഈക്വൽ ടു രണ്ടിലുള്ള കോമൺ ഏതാ? 3 ആണ്. അപ്പൊ 3 ഒഴിവാക്കി കഴിഞ്ഞാൽ 1 2 4 5. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സിമെട്രി. ഓക്കെ. ഇനി കാർട്ടീസിയൻ പ്രൊഡക്റ്റ്. എ കാർട്ടീസിയൻ പ്രൊഡക്റ്റ് ഓഫ് ടു സെറ്റ് എ ആൻഡ് ബി റിട്ടേൺ ആസ് എ ഇൻറ്റു ബി. കാർട്ടീസിയൻ പ്രൊഡക്റ്റിന് എ ആൻഡ് ബിന്റെ അതിന്റെ കാർട്ടീസിയൻ പ്രൊഡക്റ്റ് എ ഇൻറ്റു ബി ഇത് സെറ്റ് ഓഫ് ആൾ പോസിബിൾ ഓർഡേർഡ് പെയർസ് എ കോമ ബി. എ ഈസ് ഫ്രം സെറ്റ് എ, ബി ഈസ് സെറ്റ് ബി. ഫോം ഗ്രിഡ് ലൈക്ക് സ്ട്രക്ചർ വൈഡ്ലി യൂസ്ഡ് ഇൻ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഇതിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പിനേഷനും എടുക്കുക. ഒന്ന് എ നിർത്താൽ രണ്ടാമത്തെ ബി എന്ന് എടുക്കണം. ഓക്കെ. എയിലുള്ളത് 1 2, ബിയിലുള്ളത് XY. അപ്പോൾ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് 1x, അടുത്ത കോമ്പിനേഷൻ 1y, പിന്നെ അടുത്ത് അപ്പോൾ എയിൽ ഒന്നിട്ടുള്ള 2 കോമ്പിനേഷൻ ഉള്ളൂ. രണ്ട് എലമെന്റ് ഉള്ളതുകൊണ്ട് 2 കോമ്പിനേഷൻ ഉണ്ടാവുള്ളൂ. ഇനി 2 2x 2, y. ഇങ്ങനെയാണ് നമ്മൾ എ ഇൻറ്റു ബി ഇതിലുള്ള എല്ലാ എലമെന്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ച് എഴുതുന്ന പോലെ ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. ഇനി പവർ ഓഫ് സെറ്റ്. ഇറ്റ് ഈസ് സെറ്റ് വിച്ച് ഇൻക്ലൂഡ് ആൾ സബ്സെറ്റ് ഇൻക്ലൂഡിംഗ് ദ എംപ്റ്റി സെറ്റ് ആൻഡ് ദ ഒറിജിനൽ സെറ്റ് ഈസ് സെൽഫ്. ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ പി. പവർ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റിനെ നമ്മൾ എല്ലാ സബ്സെറ്റ് ആയിട്ട് തരംതിരിക്കും. അതിന്റെ കൂടെ എംപ്റ്റി സെറ്റും ആടെയും അതിന്റെ കൂടെ ഒറിജിനൽ സെറ്റും ആടെയും. ഒരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ സെറ്റ് എ ഇക്വൽ ടു എക്സ് വൈ സെറ്റ്. അതിന്റെ സബ്സെറ്റ് അതൊക്കെ എക്സ് പറഞ്ഞ സബ്സെറ്റ് ഉണ്ടാക്കാം, വൈ എന്ന സബ്സെറ്റ് ഉണ്ടാക്കാം, സെഡ് പറഞ്ഞ സബ്സെറ്റ്. ഇനി എക്സ് വൈ എന്നുള്ള സബ്സെറ്റ് ഉണ്ടാക്കാം, വൈ സെഡ് എന്നുള്ള സബ്സെറ്റ് ഉണ്ടാക്കാം, എക്സ് സെഡ് എന്നുള്ള സബ്സെറ്റ് ഉണ്ടാക്കാം. പിന്നെ ഒറിജിനൽ സെറ്റ്, പിന്നെ നൾ സെറ്റ് ഒന്നും ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് എത്രയായി? അങ്ങനെ അതിനെ നമ്മൾ എന്താ പറയാ? പവർ ഓഫ് സെറ്റ്. പവർ ഓഫ് സെറ്റ് എ ഇക്വൽ ടു ഇങ്ങോട്ട് നോക്കാം. പവർ ഓഫ് സെറ്റ് എ ഇക്വൽ ടു ഇങ്ങോട്ട് നോക്കാം. ഈ സബ്സെറ്റ് എഴുതി വൈൻ്റെ സബ്സെറ്റ് സെഡ് എക്സ് വൈ, വൈ സെഡ്, എക്സ് സെഡ്, എക്സ് വൈ സെഡ്, നൾ സെറ്റ്. ഇത് കൂടിച്ചേർന്നതാണ് എന്ത്? പവർ ഓഫ് സെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇഫ് എ ആസ് എൻ എലമെന്റ് then the formula to find number of subset of set in power set is equal to p of a is equal to 2 power n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 എലമെന്റ് ആണ് നമുക്കിവിടെ മുകളിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? ഇതിൽ 8 എണ്ണമാണ്. എക്സ് വൈ സെറ്റ് 3 4 5 6 8 8. അപ്പോൾ 3 എലമെന്റുകൾ 2 × 3 2 പവർ 3 8. ഇനി ഈ സെറ്റിൽ 4 എലമെന്റ് ഉണ്ടെങ്കിൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? 2 പവർ 4 ഇക്വൽ ടു എത്ര? 16 എണ്ണം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ സബ്സെറ്റിന്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കാറുള്ളത്. ഓക്കെ. ഇനി ഡിസ്ജോയിന്റ് ഓഫ് സെറ്റ്. Two sets are said to be disjoint if they do not have any common element between them. Disjoint of set ആണ് രണ്ടിൽ കോമൺ എലമെന്റ് ഇല്ലാത്ത കേസിനെ എന്ത് പറയാ?
ഡിസ്ജോയിന്റ് സെറ്റ്. എ ബി സി ആണ് സെറ്റ് എ, ഡി ഇ എഫ് ആണ് സെറ്റ് ബി. രണ്ടിലും കോമൺ എലമെന്റിൽ ദാറ്റ് ഈസ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് ഓഫ് സെറ്റ്. ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.